എല്ലാവർക്കും അറിയാം, തിരഞ്ഞെടുപ്പ് എടുക്കുന്തോറും രാഷ്ട്രീയത്തിലെ ബന്ധങ്ങളുടെയും അവിശുദ്ധ ബന്ധങ്ങളുടെയും ചിത്രം പൂർത്തിയാവുകയാണ്. കേന്ദ്രത്തിൽ BJPക്ക് നിരാശയുടെ ഹാലിളക്കം, കേരളത്തിൽ കോൺഗ്രസിന് അതേ ഹാലിളക്കം, നിരാശയുടെ. രണ്ടുപേരെയും നയിക്കുന്ന മൗലിക രാഷ്ട്രീയം ഇടതുപക്ഷ വിരോധമാണ്. സ്വാഭാവികമായും അവർ രണ്ടുപേരും നാച്ചുറൽ അലയൻസ് ആകാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ, സ്വാഭാവിക ബന്ധുക്കൾ. അതിൻ്റെ ഭാഗമായി രണ്ടു കൂട്ടരും ഒരു രാഗം പോലെയുള്ള കഥയില്ലാത്ത പ്രചാര നിലയെ ആശ്രയിക്കുകയാണ്. തൃശ്ശൂരിൽ ഞാൻ കണ്ടത് എല്ലാ BJP ബോർഡുകളിലും ഒരു ഗ്യാരണ്ടിയെ പറ്റിയാണ്, മോദി ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടി പറയുന്നത് തൃശ്ശൂരിൻ്റെ കേന്ദ്രമന്ത്രിയാണെന്നാണ്. ഇങ്ങനെയൊക്കെ പറയാൻ മോദിക്കേ പറ്റൂ. പഴയ ചാക്കിനേക്കാളും വില കുറഞ്ഞ ഒന്നായി പ്രധാനമന്ത്രിയുടെ വാക്ക് മാറുന്ന അവസ്ഥ സത്യത്തിൽ ദുഃഖകരമാണ്. പക്ഷേ മോദിക്ക് അതും അലങ്കാരമാണ്. ഒരിക്കലും ജയിക്കില്ല എന്നുറപ്പുള്ള ഒരാളെ കേന്ദ്രമന്ത്രിയാക്കാം എന്ന് പറയുന്ന ഗ്യാരണ്ടി, അത് പറയാൻ മോദിക്കേ പറ്റൂ. പത്തനംതിട്ടയിൽ അദ്ദേഹം പറഞ്ഞത് പുത്തൻകൂറ്റുകാരനായി അവിടെ എത്തിയ ഒരാൾക്ക് അർഹതപ്പെട്ട പരിഗണന കൊടുക്കുമെന്നാണ്. വേണമെങ്കിൽ കേന്ദ്രമന്ത്രിയായി അദ്ദേഹത്തെ ഉയർത്താം എന്ന് വ്യാഖ്യാനിക്കാവുന്ന ഒരു വാഗ്ദാനമാണ് അവിടുത്തെ ഗ്യാരണ്ടി. അദ്ദേഹം എവിടെയൊക്കെ പോകുമോ അവിടെയെല്ലാം ഉണ്ടാകും ഇത്തരം ഗ്യാരണ്ടികൾ. മോദിക്കറിയാം ഒരു ഗ്യാരണ്ടിയും നടപ്പിലാക്കാനുള്ളതല്ല എന്ന്. ഇത് മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ പെരുവഴികളിലും നരേന്ദ്രമോദി പലപ്പോഴായി പറഞ്ഞ ഗ്യാരണ്ടികൾ ചത്തുമലച്ചു കിടപ്പുണ്ട്. ഒന്നാമത്തെ ഗ്യാരണ്ടി, വിദേശങ്ങളിലെ കള്ളപ്പണം മുഴുവനും തിരിച്ചു കൊണ്ടുവന്നു ആളോഹരി പങ്കിട്ട് എല്ലാ അക്കൗണ്ടുകളിലേക്കും 15 ലക്ഷം രൂപ വീതം എത്തിക്കാം എന്ന ഗ്യാരണ്ടിയായിരുന്നു. ആ ഗ്യാരണ്ടിയെപ്പറ്റി അദ്ദേഹം പിന്നീട് കാമായൊന്നും മുൻകിട്ടില്ല. ടിപ്പിക്കൽ ഗ്യാരണ്ടിയാണ് മോദിയുടെ. ഓരോ ഗ്യാരണ്ടിയും ഇങ്ങനെയാണ്. കുറേ വിലപ്പോയ വേറൊരു ഗ്യാരണ്ടി ആയിരുന്നു 2 കോടി തൊഴിൽ, പ്രതിവർഷം 2 കോടി തൊഴിൽ. അതിലൂടെ എല്ലാ ചെറുപ്പക്കാർക്കും തൊഴിൽ കിട്ടും, ഇന്ത്യയിൽ നിന്ന് തൊഴിലില്ലായ്മയെ നാട് കടത്തും എന്നും പറഞ്ഞു. ആ ഗ്യാരണ്ടിക്ക് എന്ത് പറ്റി? എല്ലാ വീടുകളിലും കക്കൂസ്. അതിനുവേണ്ടിയാണ് അദ്ദേഹം പദ്ധതി പ്രഖ്യാപിച്ചത്. ആ പദ്ധതിക്കും ആ ഗ്യാരണ്ടിക്കും എന്ത് പറ്റി? പൂർത്തിയാക്കിയ ഏകദേശം 60% കക്കൂസുകളിൽ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ പാവം കൃഷിക്കാർ ഗ്രാമങ്ങളിൽ അവരുടെ കലപ്പയും പഴയ ചാക്കുകളും പഴയ വളച്ചാക്കുകളും പഴയ മോട്ടോറുകളും എല്ലാം വയ്ക്കുന്ന സംഭരണപ്പൊതിയായി മാറി. കാരണം അവിടെ വെള്ളമില്ല. വെള്ളമെത്തിക്കാത്ത കക്കൂസ് അവരായതുകൊണ്ട് ആരെയും കുറ്റം പറയാതെ ആ പാവങ്ങൾ അവിടെ ഇതെല്ലാം വെച്ചുകൊണ്ട് സമാധാനിച്ചിരിക്കുന്നു. പക്ഷെ സ്വച്ഛ ഭാരത് അഭിയാൻ പറഞ്ഞ പൊതുവിടങ്ങളിലെ വെളിക്കിറങ്ങൽ തുടരുകയാണ്. മോദിയുടെ ഗ്യാരണ്ടി വഴികൾ കിടക്കുന്നു. 6 ലക്ഷം ഗ്രാമങ്ങളിൽ ഫൈബർ കണക്ടിവിറ്റി വഴി ഗ്രാമീണ ജനതയെ ലോകവുമായി ബന്ധപ്പെടുത്തും എന്ന് പറഞ്ഞു. മറ്റൊരു ഗ്യാരണ്ടി കത്തുകിടക്കുന്നു വഴിയിൽ. അങ്ങനെ നോക്കിയാൽ നീണ്ട പട്ടികയുണ്ട് ഗ്യാരണ്ടികൾ. അത് ഞാൻ വായിച്ചു പോകാം. പെട്രോളിന് വില 50 രൂപയാക്കും, ഒരു ഗ്യാരണ്ടി ആയിരുന്നു. മുഴുവൻ കള്ളപ്പണവും പിടിച്ചെടുക്കും ഇന്ത്യയിലെ, ഗ്യാരണ്ടി ആയിരുന്നു.
ആ കള്ളപ്പണത്തിൻ്റെ ബാക്കി പത്രമാണ് ലെറ്ററൽ ബോണ്ട്. കള്ളപ്പണത്തെ SBI വഴി വെള്ളപൂശി BJPയുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുന്ന ഏറ്റവും നാണം കെട്ട മന്ത്രവിദ്യയാണ് നമ്മൾ കണ്ടത്. ആ ഗ്യാരണ്ടിയെ മോദി നടപ്പിലാക്കിയത് ഈ രീതിക്കാണ്. ബേഠി ബച്ചാവോ ബേഠി പഠാവോ, എല്ലാ പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കും, എല്ലാവരെയും രക്ഷിക്കും. ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ മുഴുവൻ, നഗരങ്ങളിലും പിന്നോക്ക ദളിത് പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ നമ്മളാരെയും കണ്ടില്ല ഈ ബേഠി ബച്ചാവോ എന്ന മുദ്രാവാക്യത്തിൻ്റെ കർത്താക്കളെ അവിടെ ഒന്നും കണ്ടില്ല. ബേഠി പഠാവോ വെറും നുണയാണ്. ആ ഗ്യാരണ്ടി പൊളിയായിരുന്നു. ഇന്നും ഇന്ത്യയിലെ പെൺകുട്ടികളിൽ അത് പാവങ്ങളുടെ മക്കളായ പെൺകുട്ടികൾ, അവർ പള്ളിക്കൂടത്തിന് പുറത്താണ്. ആ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ച മൊത്തം നീക്കിയിരിപ്പിൻ്റെ പകുതിയിൽ കൂടുതൽ സംഖ്യ ചിലവഴിച്ചത് പ്രചാര വിലയ്ക്ക് വേണ്ടി മാത്രമായിരുന്നുവെന്ന് കണക്കുകൾ പറയുന്നു. മോദി ഗ്യാരണ്ടി ഇന്ത്യയിലെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറഞ്ഞിരുന്നു. കർഷകർ ഇപ്പോൾ സമരരംഗത്താണ്. ഡൽഹിയിൽ ഒരു മുദ്രാവാക്യം MSP നടപ്പിലാക്കണം എന്നുള്ളതാണ്. നടപ്പിലാക്കാമെന്ന് ഗവൺമെൻറ് വാക്കു പറഞ്ഞതാണ്. ഒന്നാം കർഷക സമരത്തിൻ്റെ അന്ത്യമുണ്ടായപ്പോൾ, തീർന്നപ്പോൾ അതിൻ്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഒന്നതായിരുന്നു MSP കൃത്യമായി നടപ്പിലാക്കാം എന്ന് സംബന്ധിച്ച ഗവൺമെൻറ്റാണ്. ആ ഗ്യാരണ്ടിക്ക് എന്ത് പറ്റും? ആ ഗ്യാരണ്ടി പൊളിഞ്ഞു വീണപ്പോഴാണ് കൃഷിക്കാർ വീണ്ടും രണ്ടാം വട്ടവും സമരത്തിനായി ഡൽഹിയിലേക്ക് എത്തിയത്. ഇതിനോടകം 7 പേർ മരിച്ചു കഴിഞ്ഞു. സമരം നീണ്ടുപോകുന്ന മട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര പേരെ BJP ഇനി കൊല്ലുമെന്ന് ആർക്കും അറിയില്ല. കർഷകർ സമരരംഗത്ത് മരിച്ചു വീണാൽ മോദിക്കെന്ത്? അവരെ വിളിക്കാൻ വേണ്ടി ഒരു പേര് മാത്രം മതി, അന്നദാതാക്കൾ. ഇമ്പമുള്ള പേര് വിളിച്ച് കർഷകർ നിരന്തരമായി കളിയാക്കുന്ന, വഞ്ചിക്കുന്ന ഈ ഏർപ്പാട്, അതിൻ്റെ പേരാണ് മോദി ഗവൺമെൻറ്. 100 നഗരങ്ങളെ സ്മാർട്ട് സിറ്റികളാക്കി മാറ്റും. ആ ഗ്യാരണ്ടിക്ക് എന്ത് പറ്റും? 8 or 10 എണ്ണം പേരിനെങ്കിലും സ്മാർട്ട് സിറ്റി ആയി എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ 100ഉം 10ഉം എവിടെയാണ്? ഈ സ്മാർട്ട് സിറ്റി ആയി മാറ്റിയെടുത്തതുണ്ടായി ആർക്കും അറിയില്ല, മോദിക്കും അറിയില്ല. കേരളത്തിൽ നിന്ന് 6 കേന്ദ്രമന്ത്രിമാർ പലപ്പോഴായി മോദിയാൽ ഉറപ്പാക്കപ്പെട്ടതാണ്. 6 പേർ. നിങ്ങളധികം നാളെ BJP ആയാൽ നിങ്ങളെയും മോദി ലോപിപ്പിക്കും, കേന്ദ്രമന്ത്രിയാക്കാം. പക്ഷേ നിങ്ങൾ കാത്തിരിക്കും, മോദി ആ വഴിക്കും പോകും.